പങ്കാളിത്ത പെൻഷൻ സ്കീം പിൻവലിക്കുമോ? അഷ്വേർഡ് പെൻഷൻ വരുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. കേരള സർക്കാർ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ മുട്ടിന് പറയുന്നൊരു വാക്കാണ് അഷ്വേർഡ് പെൻഷൻ വരും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉറപ്പുള്ള പെൻഷൻ ഒരു തുക, നിശ്ചിത തുക എല്ലാവർക്കും കിട്ടും എന്നാണ് പറയുന്നത്. എന്നാൽ 2003 രാജ്യത്ത് നാഷണൽ പെൻഷൻ സ്കീം വന്നു, പങ്കാളിത്ത പെൻഷൻ വന്നു. പങ്കാളിത്ത പെൻഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ 2013 നടപ്പിലാക്കിയത്. ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്താണ്. അത് വലിയ വിവാദമായി. ഇപ്പോഴും അത് സമ്പൂർണ്ണമായിട്ടില്ല. 60 വയസ്സ് വരെയാണ് ജോലി. സാധാരണ 56 വയസ്സ് വരെയാണല്ലോ ബില്ല് വിരമിക്കുന്നത്. ഇത് 60 വയസ്സ് വരെ. അപ്പോൾ 4 വർഷം കൂടെ ജോലി കിട്ടും. അപ്പോൾ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോലെ പെൻഷൻ ഇല്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ കണക്ക് വെച്ച് ഒരു പെൻഷൻ തുക നിശ്ചയിക്കുകയും ആ തുക കിട്ടുകയും പിന്നെ DA പ്രഖ്യാപിക്കുമ്പോൾ പെൻഷൻകാർക്ക് DR കൂടും. അപ്പോൾ DR കൂടും. മറ്റേ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, മെഡിസെപ്പ് ഉണ്ട്. അങ്ങനെ മറ്റേ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ളതിൻ്റെ കുറേ ആനുകൂല്യങ്ങൾ ഇപ്പുറത്തും കിട്ടും. ആ നിലയിലാണ് ഈ പെൻഷൻ സ്കീം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ നാഷണൽ പെൻഷൻ സ്കീമായതുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പരിപാടി വന്നതിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് 10% പിന്നെ തുക പിരിക്കുകയും കേന്ദ്രമാണെങ്കിൽ 18%, കേരളമാണെങ്കിൽ 10% തുകയൊക്കെ അതിൻ്റെ കൂടെ ഡെപ്പോസിറ്റ് ചെയ്ത് അത് എവിടെ ഇടും? പെൻഷൻ ഫണ്ടിലിടും. 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ നേരിട്ട് ഉദ്യോഗസ്ഥർക്ക്, അത് സാധാരണ ഉദ്യോഗസ്ഥർക്ക് 5 ലക്ഷം രൂപ വരെ പെൻഷൻ ഫണ്ടിലുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാം. 5 ലക്ഷത്തിൽ കൂടുതലാണ് പെൻഷൻ ഫണ്ട് കിടക്കുന്നതെങ്കിൽ 60% തുക വിഡ്രാ ചെയ്യാം. പെൻഷൻ പറ്റും വിഡ്രാ ചെയ്യാം. 40% അവിടെ കിടക്കും. അതൊരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ടൊക്കെയുള്ള പിന്നെ ഒരു LICയുമായിട്ട് മറ്റോ ടൈപ്പ് ഉണ്ട്. അങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് 500 രൂപയോ മറ്റോ ഒരു പലിശ കിട്ടും. അങ്ങനെ 4 ലക്ഷം രൂപ അവിടെ ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ പലിശ കിട്ടും. 2000 രൂപ പലിശ ഇനത്തിൽ പിന്നെ എന്ത് കിട്ടും? പെൻഷൻ കിട്ടും 2000 രൂപ. അപ്പോൾ അങ്ങനെ വളരെ നാമമാത്രമായ 2000 രൂപ 3000 രൂപയൊക്കെ പെൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് പോകുന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്തതിന് പറയുന്ന ന്യായം 56 വയസ്സ് വരെയാണ് സാധാരണ ജോലി. ഇത് 60 വയസ്സ് വരെ തരുന്നില്ലേ, അപ്പോൾ 4 വർഷം കൂടെ തരുന്നുണ്ടല്ലോ ജോലി, അതുകൊണ്ട് തന്നെ പെൻഷൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ് പങ്കാളിത്ത പെൻഷനിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ജീവനക്കാർ വളരെ വലിയ സമരത്തിലാണ്. അപ്പോഴാണ് കേരള സർക്കാർ പറഞ്ഞത് അഷ്വേർഡ് പെൻഷൻ തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. എന്ത് അഷ്വേർഡാണ്? ആരുടെ പെൻഷൻ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ അഷ്വർ ചെയ്യപ്പെടുക എന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ രസകരമായ രീതിയിലാണ് അഷ്വേർഡ് പെൻഷൻ്റെ കൺസെപ്റ്റ് പോയിരിക്കുന്നത്. 10 രൂപ അടച്ച് ഈ ഇടയ്ക്ക് ആരോ ഗവൺമെൻറ് ചോദിച്ചപ്പോൾ അതൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും അഷ്വേർഡ് പെൻഷൻ എത്ര, ആർക്ക്, എങ്ങനെ, ഏത് റേറ്റ്, ഏത് താരിഫ് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയുമില്ല. സമരം ചെയ്യുന്നവരോട് പറഞ്ഞിരിക്കുന്നത് അഷ്വേർഡ് പെൻഷൻ കിട്ടുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ CITക്കാരും അല്ലെങ്കിൽ പിന്നെ NGO യൂണിയൻകാരും KGOക്കാരും ഒക്കെ സമ്മേളനം ചേരുമ്പോൾ അവരിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിദരിദ്ര ഇല്ലാത്ത കേരളം എങ്ങനെ ഉണ്ടായി, കേരളത്തിൽ ഭൂപരിഷ്കരണം മുതൽ കേരളം നാളിതുവരെ നേടിയ നേട്ടങ്ങൾ എന്തെല്ലാം, അങ്ങനെ തുടങ്ങിയ വളരെ ഗഹനമായ വിഷയങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ NGO യൂണിയൻകാർ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ്. അവരുടെ ഏറ്റവും വലിയ ഗഹനമായൊരു വിഷയമാണ് ദാരിദ്ര്യം എങ്ങനെ കേരളം മാറ്റി. വലിയ ഗവേഷണമാണ് നടത്തിയത്. അപ്പോൾ NGO യൂണിയൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാം കൂടി വലിയ സെമിനാറൊക്കെ നടത്തി കപ്പയും ചിക്കനും ഒക്കെ കഴിച്ച് പിരിഞ്ഞു, ചോറും ഒക്കെ കഴിച്ച് പിരിഞ്ഞു എന്ന് പറയുന്നത്. എന്തിനാണ് നടത്തുന്നതെന്ന് അവർക്കും അറിയില്ല, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയില്ല. പിന്നെ ഒരു ദിവസം ലീവ് എടുത്ത് പോണതിന് പകരം ഡ്യൂട്ടി ലീവൊക്കെ ആക്കി പോകാൻ പറ്റി, ഒന്നിച്ച് കൂടാൻ പറ്റി, പഴയ സുഹൃത്തുക്കളെല്ലാം കാണാൻ പറ്റുമല്ലോ. പിന്നെ ഒരു സെമിനാറല്ലേ, ചെന്നിരുന്ന് കേട്ടോണ്ട് വരാം. എന്തായാലും അടിപൊളി സെമിനാർ നടത്തി. ഇപ്പുറത്തെ DA കിട്ടാനില്ല, പങ്കാളിത്ത പെൻഷനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ശമ്പള പരിഷ്കരണം ഇല്ല, ഒരുപാട് കാര്യം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മുടെ ഗവൺമെൻറ് അല്ലേ തരും എന്ന് പറഞ്ഞുകൊണ്ട് NGO യൂണിയൻകാർ അടിയന്തരമായി എന്ത് ചെയ്തു? അതിദരിദ്ര വിഭാഗം ആളുകളില്ലാത്ത, അതിദരിദ്രരില്ലാത്ത ഒരു കേരളം എങ്ങനെ സൃഷ്ടിച്ചു? അത്ഭുതമായിരിക്കുന്നു. അതിൻ്റെ ചർച്ച നടത്തി. KGO ആണെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ പോകുന്നു. എന്തായാലും പങ്കാളിത്ത പെൻഷൻ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. അഷ്വേർഡ് പെൻഷൻ വരുമോ ഇല്ല എന്നറിയത്തില്ല. വല്ലാത്തൊരു ഗതികേടിലാണ് പെൻഷൻകാരുടെ കാര്യം. 4 വർഷം അധികം കൊടുത്തു എന്ന് പറയുമ്പോഴും അത് 4 വർഷത്തിന് ജോലി ചെയ്തിട്ടാണല്ലോ ശമ്പളം കിട്ടിയത്. പക്ഷേ അതിനുശേഷം പെൻഷൻ പറ്റുമ്പോൾ ഒരു നിശ്ചിത തുക കൊടുക്കാതിരുന്നാൽ, ഇന്ന് കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ആണ് അവസാനം അഷ്വേർഡ് അല്ല ഇറങ്ങാൻ സമയത്തുള്ള എമൗണ്ടായിട്ടൊരു തുക വന്നാൽ അതിൽ 2500 രൂപ പലിശ കിട്ടും. ഇത്രയേ അവർക്ക് കിട്ടുന്നുള്ളൂ. അതൊരു വലിയ സങ്കടമാണ്, പ്രയാസമാണ്. അതെങ്ങനെയാണ് മാറ്റുക എന്നറിയില്ല. വലിയ കേസും വഴക്കമൊക്കെ നടക്കുകയാണ്. പലവട്ടം കേരള സർക്കാർ ഇത് ആലോചിച്ച് മാറ്റിവെച്ചു. സുപ്രീം കോടതി കേസ് കിടക്കുന്നു, ഹൈക്കോടതി കേസ് കിടക്കുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേസ് കിടക്കുന്നു. ഇതെല്ലാം കിടക്കുമ്പോഴും പങ്കാളിത്ത പെൻഷൻ അതേപടി തന്നെ തുടരുകയാണ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതേസമയം അത് അഷ്വേർഡ് പെൻഷനാക്കും എന്നുള്ള നിലയിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നല്ലാതെ എന്താണ് അഷ്വേർഡ് പെൻഷൻ എന്ന് ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല.